ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഹിപ്പ കോംപ്ലയൻസ് എന്താണെന്നാണ്. മെഡിക്കൽ കോഡിങ്ങിൽ നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടും കൂടിയാണ് ഹിപ്പ. ഇത് പറഞ്ഞാൽ ലോ കൂടിയാണ്. ഓക്കെ, സോ വാട്ട് ഇസ് ഹിപ്പ? ദ ഫുൾ ഫോം ഓഫ് ഹിപ്പ ഇസ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ആൻഡ് ഇതൊരു ലോ കൂടിയാണ്. അപ്പോൾ ഇതെന്താണ്? നമ്മളുടെ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ടത് നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മളുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ ഈ മെഡിക്കൽ കോഡേഴ്സ് ത്രൂ ഒക്കെയാണല്ലോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും കാര്യങ്ങളും വേണം. അപ്പൊ നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും നമ്മൾ പുറത്തു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ വേറെ അത് ഡിസ്ക്ലോസ് ചെയ്യാനൊന്നും പാടില്ല. സോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ലോ ആണ് എന്ത് ഹിപ്പ. ഓക്കെ, ഹിപ്പ ഏത് വർഷമാണ് എനാക്ട് ചെയ്തെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആൻസർ ഇസ് 1996. ഹിപ്പ ഒരു US ഫെഡറൽ ലോ ആണ്. ഓക്കെ, and among other things establishes national standards for protecting certain health information and for certain electronic healthcare transaction. Okay, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറയാ, നമ്മളുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ ട്രാൻസാക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Then why HIPAA is important for medical coders? കാരണം മെഡിക്കൽ കോഡേഴ്സ് വർക്ക് വിത്ത് പേഷ്യന്റ് ഇൻഫർമേഷൻ എവറി ഡേ. അതായത് പേഷ്യന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡയഗ്നോസിസ്, പ്രൊസീജിയർ, മെഡിക്കൽ ഹിസ്റ്ററി, ഇൻഷുറൻസ് ഇൻഫർമേഷൻ, മെഡിക്കൽ റെക്കോർഡ് നമ്പർ, ഫിസിഷ്യൻ ഡോക്യുമെന്റ്, അത് ഡോക്ടേഴ്സിന്റെ ഡോക്യുമെന്റേഷൻസ്, ലാബ് റിപ്പോർട്ട്, അതുപോലെ ട്രീറ്റ്മെന്റ് ഇൻഫർമേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മെഡിക്കൽ കോഡേഴ്സ് ഡെയിലി ഡീൽ ചെയ്യുന്നത്. ഇത്രയും ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യന്റ്. So the coders must understand how to protect patient information and use it appropriately. Otherwise, അത് എന്തെങ്കിലും നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യ പേഷ്യന്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ, അതായത് ഹെൽത്ത് റിലേറ്റഡ് റെക്കോർഡ്സ് ഒക്കെയാണ് ഹിപ്പ ലോ പ്രകാരം യു വിൽ ഗെറ്റ് പണിഷ്ഡ്. ഓക്കെ, സോ വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹിപ്പ? ഫസ്റ്റ് ഈസ് പ്രൊട്ടക്ട് പേഷ്യന്റ് പ്രൈവസി. എന്തുകൊണ്ട്? പേഷ്യന്റിന് റൈറ്റ് ഉണ്ട്, അതായത് അവരുടെ ഹെൽത്ത് ഇൻഫോർമേഷനെ കുറിച്ച് ബാക്കിയുള്ളവരോട് പറയുന്നതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ തന്നെ താല്പര്യപ്പെടില്ല. സോ അവരുടെ ആ ഒരു പ്രൈവസി, പേഷ്യന്റ് പ്രൈവസി എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ ഹെൽത്ത് ഇൻഫോർമേഷനും പ്രൊട്ടക്ട് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ ട്രാൻസാക്ഷൻ. HIPAA established standard for certain electronic healthcare transaction code set. പിന്നെ give patients right, അതായത് patient have right regarding access to and control of certain aspect of their health information. അവരുടെ ഹെൽത്ത് ഇൻഫോർമേഷനെ പറ്റിയുള്ള കൺട്രോളും ആക്സസും ഒക്കെ പേഷ്യൻസിനുണ്ട്. അതൊക്കെ പേഷ്യൻസിന്റെ റൈറ്റ് ആണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കണം. പിന്നെ എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇനി എന്താണ് PHI? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. PHI എന്താണ്? PHI മീൻസ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പ്ലീസ് നോട്ട് ഇറ്റ്. This is the one of the most important concept for medical coders. Okay, PHI is individually identifiable health information that is created, received, maintained or transmitted by a covered entity or business associate. അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ നമ്മളൊരു കറക്റ്റ് ആയിട്ട് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യന്റിന് കംപ്ലീറ്റ് ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ്, അതായത് എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം? പേഷ്യന്റ് നെയിം, ഹെൽത്ത് അഡ്രസ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, മെഡിക്കൽ റെക്കോർഡ് നമ്പർ, ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഫർമേഷൻ, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് ഇൻഫർമേഷൻ, ലബോറട്ടറി റിസൾട്ട്, എക്സ്റേ റിപ്പോർട്ട്, ബില്ലിംഗ് ഇൻഫർമേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതായത് നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പാടില്ല. അവരുടെ ഒരു അത്രയും റെക്കോർഡ്സ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോൺ സ്മിത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് 5/10/1980, ഡയബറ്റിസ്, മെറ്റ്ഫോർമിൻ. ദിസ് ഇൻഫർമേഷൻ that can identify the patient and related to PHI.
ഇത് കണ്ടില്ലേ, പിന്നെ നമുക്കത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേഷ്യന്റെ ഹെൽത്ത് പ്രൊട്ടക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. So what is EPHI? EPHI means Electronic Protected Health Information. ഇതാണ് PHI, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. നമ്മൾ ഡിജിറ്റലായിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ഹെൽത്ത് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതാണ് എന്ത്, EPHI. As created, received, maintained or transmitted in electronic form. ഇലക്ട്രോണിക് ഫോമിലേക്ക്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? EHR. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് EPHI? അതിന് ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ EHR, എന്താണ് EHR? അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. ഓക്കെ, പിന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ ക്ലെയിംസ്, പേഷ്യന്റ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് റാപ്പ് റിപ്പോർട്ട്, പേഷ്യന്റ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോണിക്കലി. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഇത് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയൊക്കെ എന്ത് ഫോമിൽ കൊടുക്കുന്നതെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ PHI ഈസ് ബ്രോഡർ ദാൻ EPHI. അത് PHI എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ, അതുപോലെ ഇലക്ട്രോണിക് ഫോമിൽ, ഓറൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ HIPAA സെക്യൂരിറ്റി റൂൾ സ്പെഷ്യലി അഡ്രസ്സസ് EPHI. ഓക്കെ, ഇനി ഹൂ മസ്റ്റ് ഫോളോ HIPAA? HIPAA ലോ ആരൊക്കെ ഫോളോ ചെയ്യണം? ആരൊക്കെ? കവേർഡ് എൻറ്റിറ്റീസ്. കവേർഡ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആണ്. കവേർഡ് എൻറ്റിറ്റീസ് ആരൊക്കെയാണെന്ന്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ health care providers that conduct certain standard electronic transaction. എക്സാമ്പിൾ ഹോസ്പിറ്റൽസ്, അതുപോലെ ഫിസിഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സിനെ, ക്ലിനിക്ക്, സർട്ടൻ ഫാർമസി, സർട്ടൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഇവരൊക്കെയാണ് ഈ ഒരു കവേർഡ് എൻറ്റിറ്റിയിൽ വരുന്നത്. ഇവരൊക്കെ ഈ ഒരു പേഷ്യന്റ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. അത് പബ്ലിക് ആക്കിയെല്ലാം പറയാനോ അങ്ങനെ വെർബലി പോലും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഹെൽത്ത് പ്ലാൻസ്, രണ്ടാമത്തെയാണ് ഹെൽത്ത് പ്ലാൻസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, HMOs, ചില ഹെൽത്ത് പ്രോഗ്രാംസ്, ഗവൺമെന്റ് ഹെൽത്ത് പ്രോഗ്രാംസ്, ഇവരും HIPAA ഫോളോ ചെയ്യണം. പിന്നെ ഹെൽത്ത് കെയർ ക്ലിയറിംഗ് ഹൗസസ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ദാറ്റ് പ്രോസസ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് ഹെൽത്ത് പ്ലാൻസ്. ഇത് ഇങ്ങനെ പ്രൊവൈഡേഴ്സിന്റെയും ഹെൽത്ത് പ്ലാൻസിന്റെയും ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യുന്നവർ, അങ്ങനത്തെ ഓർഗനൈസേഷൻസ്. പിന്നെ ബിസിനസ് അസോസിയേറ്റ്സ്, നാലാമത്തത് certain organization or individual that perform service for covered entity involving PHI. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മെഡിക്കൽ ബില്ലിംഗ് കമ്പനീസ്, പിന്നെ മെഡിക്കൽ കോഡിംഗ് കമ്പനീസ്, അതുപോലെ ക്ലെയിം പ്രോസസിംഗ് കമ്പനീസ്, സർട്ടൻ IT സർവീസ് പ്രൊവൈഡേഴ്സ്, സർട്ടൻ കൺസൾട്ടന്റ്, ഇവരെല്ലാവരും ഈ ഒരു HIPAA ഫോളോ ചെയ്തിരിക്കണം. So what is a business associate? Business associate is generally a person അല്ലെങ്കിൽ organization that performs certain functions or service for a covered entity involving PHI. ഈ കവേർഡ് എൻറ്റിറ്റിയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സർവീസ് ചെയ്യുന്നതാണ് എന്ത്, ബിസിനസ് അസോസിയേറ്റ്. മെഡിക്കൽ കോഡിങ്ങിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റല്, ഔട്ട്സോഴ്സ് കോഡിംഗ്, പിന്നെ കോഡിംഗ് കമ്പനി, ഇങ്ങനെയാണ്. ഇഫ് ദ കോഡിംഗ് കമ്പനി ഹാൻഡിൽസ് PHI വൈൽ പെർഫോമിംഗ് ഇറ്റ് സർവീസസ്, ഇറ്റ് മേ ബി എ ബിസിനസ് അസോസിയേറ്റ്. മനസ്സിലായോ? അപ്പം ഈ ഒരു കോഡിംഗ് കമ്പനി PHI ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസസ്, പെർഫോമിംഗ് സർവീസസ്, ഇതിനാണ് ബിസിനസ് അസോസിയേറ്റ് എന്ന് പറഞ്ഞത്. ദ കവേർഡ് എൻറ്റിറ്റി ആൻഡ് ബിസിനസ് അസോസിയേറ്റ് ജനറലി നീഡ് അപ്രോപ്രിയേറ്റ് ബിസിനസ് അസോസിയേറ്റ് അഗ്രിമെന്റ്, BAA വേണം. ഇനി മേജർ HIPAA റൂൾസ് എന്തൊക്കെയാണ്? ഒന്ന് പ്രൈവസി റൂൾ, രണ്ടാമത്തെ സെക്യൂരിറ്റി റൂൾ, മൂന്നാമത്തെ ബ്രീച്ച് നോട്ടിഫിക്കേഷൻ റൂൾ, ആൻഡ് ഫോർത്ത് എൻഫോഴ്സ്മെന്റ് റൂൾ. ഇതാണ് 4 റൂൾസ്. പ്ലീസ് നോട്ട് ഇറ്റ്. ഇതിൽ പ്രൈവസി റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ട് ദ പ്രൈവസി ഓഫ് PHI ആൻഡ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ ഇറ്റ്സ് യൂസ് ആൻഡ് ഡിസ്ക്ലോസർ. അത് പ്രൈവസി റിലേറ്റഡ് ആണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ് സേഫ് ഗാർഡ്സ് ഫോർ ഇലക്ട്രോണിക് PHI. ഈ PHI അതായത് നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കോഡ് വഴിയൊക്കെയാണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്തതെങ്കിൽ അത് നമ്മൾ സേഫ് ഗാർഡ്, അതായത് വേറൊരാൾക്ക് അത് തുറന്നെടുത്ത് നോക്കാനൊന്നും പറ്റരുത്. അതുകൊണ്ട് തന്നെയാണ് സെക്യൂരിറ്റി റൂൾ. പിന്നെ ബ്രീച്ച് നോട്ടിഫിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് റിക്വയർമെന്റ് ഫോർ നോട്ടിഫിക്കേഷൻ ഫോളോയിങ് ബ്രീച്ച് ഓഫ് അൺസെക്യൂർഡ് PHI.
വേറെ ആൾക്കാര് നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പാടില്ല. അതിനുള്ളതാണ് ബ്രീച്ച് നോട്ടിഫിക്കേഷൻ റൂൾ. പിന്നെ എൻഫോഴ്സ്മെന്റ് റൂൾ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കംപ്ലയൻസ്, ഇൻവെസ്റ്റിഗേഷൻ, പെനാൽറ്റീസ് ആൻഡ് എൻഫോഴ്സ്മെന്റ്. ഇനി ഹിപ്പോ പ്രൈവസി റൂളിന് ഓരോന്നിനെ പറ്റി പറയാം. The privacy rule established national standard for protecting certain health information. It controls when PHI may be used to disclose to assist. Example എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഡ് should not send a patient's medical report to their friend simply because the friend asking for it. കാരണം അതായത് ഇപ്പം നമ്മൾ മെഡിക്കൽ കോഡറാണ്, അപ്പം ഒരു പേഷ്യന്റ് ഡീറ്റെയിൽസിനെ പറ്റി ഒരു ഫ്രണ്ട് ചോദിക്കുക അല്ലെങ്കിൽ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ റിപ്പോർട്ടും എടുത്ത് പേഷ്യന്റ് റിപ്പോർട്ട് എടുത്ത് കൊടുക്കാൻ പാടില്ല. അതാണ് പ്രൈവസി റൂളിൽ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് ഡിസ്ക്ലോസറായി മാറും. അപ്പൊ അത് ഹിപ്പ റൂൾ പ്രകാരം തെറ്റാണ്. നിയമം നമ്മൾ നേരിടേണ്ടി വരും. So next is HIPAA security rule. The security rule specially applies to PHI. ഇത് security rule ഇലക്ട്രോണിക് PHI ക്കാണ് ബാധകമായിട്ടുള്ള. കാരണം it requires covered entities and business associates to implement appropriate safeguard. അതായത് നമ്മളുടെ സിസ്റ്റം വേറെ ആൾക്ക് അസസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസ് റെക്കോർഡ്സും കാര്യങ്ങളും എടുക്കാൻ പാടില്ല. These are the major categories. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് സേഫ് ഗാർഡ്സ്, ഫിസിക്കൽ സേഫ് ഗാർഡ്സ്, ടെക്നിക്കൽ സേഫ് ഗാർഡ്സ്, ഇതൊക്കെ വേണം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പോളിസീസ് ഉണ്ടാവണം, റിസ്ക് അനാലിസിസ്, വർക്ക് ഫോഴ്സ് ട്രെയിനിങ്, സെക്യൂരിറ്റി പ്രൊസീജിയർ, കണ്ടിൻജൻസി പ്ലാനിങ്. പിന്നെ ഫിസിക്കൽ സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി ആക്സസ് കൺട്രോൾസ്, വർക്ക് സ്റ്റേഷൻ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, ഡിവൈസ് കൺട്രോൾസ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക്സ്, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളൊക്കെ വേറെ ആള് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ അതിന് സേഫ്റ്റി കൊടുത്തില്ല. സോ വി ഹാവ് ടു check these all and protect computers from unauthorized physical access. പിന്നെ ടെക്നിക്കൽ സേഫ് ഗാർഡ്, യൂസർ ആക്സസ് കൺട്രോൾസ് ഉണ്ടായിരിക്കണം, ഒത്തന്റിക്കേഷൻ ഉണ്ടായിരിക്കണം, ഓഡിറ്റ് കൺട്രോൾസ് ഉണ്ടായിരിക്കണം, ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് സെക്യൂരിറ്റി റൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ വാട്ട് ഈസ് സേഫ് ഗാർഡ്? സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, ഫിസിക്കൽ, ടെക്നിക്കൽ. ഇതിന്റെ സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിസീസും പീപ്പിളും. ഇത് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. മേജർ കാറ്റഗറീസ് ഓഫ് സെക്യൂരിറ്റി കാര്യങ്ങളാണ് സേഫ് ഗാർഡിന് വേണ്ടിയിട്ടുള്ള. നെക്സ്റ്റ് ഇസ് മിനിമം നെസസറി സ്റ്റാൻഡേർഡ്. അത് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെഡിക്കൽ കോഡേഴ്സ് ആണ്. HIPAA general requires reasonable effort to limit users, disclosures and requests for PHI to the minimum necessary to accomplish the intended purpose subject to HIPAA's expectation. അത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ a coder needs information from a medical record to assign code. അല്ലേ? ഒരു ഇൻഫർമേഷന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ റെക്കോർഡ് കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ കോഡർ ഷുഡ് അസസ് ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ് ടു ദ കോഡിംഗ് ടാസ്ക് ആൻഡ് ഫോളോ ദ ഓർഗനൈസേഷൻ അസസ് പോളിസി. നമ്മൾ അവരുടെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്കിത് എടുക്കാൻ പാടുള്ളൂ, അസസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനിമം നെസസറി സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് അപ്ലൈ ടു എവറി HIPAA സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾസ് ആണ് ഡിസ്ക്ലോസേഴ്സ് ടു ഓർ റിക്വസ്റ്റ് ബൈ എ പ്രൊവൈഡർ. ഇപ്പം ഈ പേഷ്യന്റ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവർ ഇത് തന്നവര് അവന്റെ പ്രൊവൈഡേഴ്സ് ആസ്ക് ചെയ്യാൻ അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളും വേണം. ഫോർ ട്രീറ്റ്മെന്റ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തേ പറ്റൂ. അവിടെ നമ്മൾ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. ആൻഡ് ട്രീറ്റ്മെന്റ് പേയ്മെന്റ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ, TPO. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഫുൾ ഫോം. TPO മീൻസ് പറഞ്ഞാൽ T means treatment, P payment, O healthcare operation. Treatment, providing healthcare to the patient. Patient കിട്ടുന്ന treatment. Example, doctor communicate with another healthcare provider involved in the patient's care. In a payment, activities related to obtain payment for healthcare. Example, submitting an insurance claim. In a healthcare operation, certain administrative and quality related activities. Examples are quality assessment, auditing and compliance activities, certain administrative activities. Just ഒന്ന് മനസ്സിലാക്കിയാൽ മതി. Just TPO എന്താണ്. And patient authorization. Sometimes HIPAA permit use or disclosure of PHI without a patient's written authorization. ചില സമയത്ത് HIPAA നമുക്ക് എന്താ പറയാ പെർമിഷൻ തരും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, പേഷ്യന്റ് സമ്മതം പോലും ഇല്ലാതെ. But certain users or disclosures do require authorization.
അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിഷ്യൻസ് ആവശ്യപ്പെടുന്ന ഫോർ ദ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. അതർവൈസ് നമുക്ക് ഓതറൈസേഷൻ വേണം. പേഷ്യന്റ് കയ്യിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാര്യങ്ങൾ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. So unless another HIPAA permission or legal requirement apply, അതല്ലാണ്ട് നമ്മൾ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അവരുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, a patient may need to authorize certain disclosure of their medical information for purpose just not otherwise permitted by HIPAA. Students should remember, not every disclosure of PHR required patient authorization. അതായത് ചില സമയങ്ങളിൽ പേഷ്യൻസിന്റെ ഡിസ്ക്ലോഷർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് തന്നെ പെർമിറ്റ് ചെയ്യണം. എല്ലാ കാര്യത്തിനും അത് വേണ്ട, അതും മനസ്സിലാക്കി വെക്കാം. പിന്നെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് അണ്ടർ HIPAA, patient have important rights regarding their health information. Examples access ചെയ്യാൻ, അവർക്ക് റിക്വസ്റ്റ് access to certain protected health information, PHIനെ പറ്റി ചോദിക്കാൻ access ചെയ്യാൻ പറ്റണം. Request an amendment, ask for correction or amendment for certain information they believe is incorrect അല്ലെങ്കിൽ incomplete. Next is receive an accounting of certain disclosure under applicable. അവർക്ക് റിസീവ് ചെയ്യണം, നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. പേഷ്യൻസ് ചോദിക്കുകയാണ്. പിന്നെ റിക്വസ്റ്റ് റെസ്ട്രിക്ഷൻ, they can request restriction on certain uses or disclosures, although the covered entity does not always have to agree. Next is request confidential communication, for example, requesting communication by particular method or location when applicable. Next is receive a notification of privacy practices. Covered entity generally provide a notice explaining privacy practices. ഇതൊക്കെയാണ് പേഷ്യൻസിന്റെ റൈറ്റ്സ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. What is HIPAA breach? A breach generally involves an impermissible use or disclosure of PHI that compromises the security or privacy of information. അതായത് നമ്മൾ പെർമിഷൻ ഇല്ലാണ്ട് ഒരു യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സെക്യൂരിറ്റിനെയും പ്രൈവസി ഓഫ് ഇൻഫർമേഷനെയും ബാധിക്കും. അതിനെയാണ് അതിൽ കടന്നു കയറുന്നതിനാണ് ബ്രീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. So example is a coder accidentally send a patient medical record to the wrong email address. അതുപോലെ this could constitute a breach involving unsecured PHI-യിലാണ് ഇത് വരിക, അങ്ങനെ അയച്ചു പോയി കഴിഞ്ഞാൽ. And the organization must investigate and determine whether HIPAA's breach notification requirement apply. അപ്പൊ അതും ശ്രദ്ധിക്കണം. നമ്മൾ മെയിൽ അയക്കുമ്പോൾ മെയിൽ മാറി പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് വേറെ ആൾക്ക് പോവുക, അതൊക്കെ റൂൾ പ്രകാരം തെറ്റാണ്. And what should a coder do after a mistake? അപ്പം സപ്പോസ് a coder accidentally send PHI to the wrong person, അയച്ചു പോയി. അപ്പം കറക്റ്റ് അപ്രോച്ച് നമ്മൾ ഡോണ്ട് ഹൈഡ് ദ മിസ്റ്റേക്ക്. അത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം. ആൻഡ് സ്റ്റോപ്പ് ഫർദർ ഡിസ്ക്ലോസർ ഇഫ് പോസിബിൾ. പിന്നെ വീണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അയക്കാനോ കാര്യങ്ങളോ നിൽക്കരുത്. And follow the organization incident reporting procedure and notify the appropriate supervisor or privacy or security personnel and allow the organization to conduct its breach assessment. അപ്പൊ അവര് മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ അവര് അത് ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിക്കോളും. And don't delete evidence to hide mistake, ignore it, tell friends about it and post about it online. ഇതൊന്നും ചെയ്യാൻ പാടില്ല. And HIPAA and medical coding. A medical coder may work with physician note. Physician എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സ് നോട്ട്സ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സ്, ഡിസ്ചാർജ് സമ്മറീസ്, ലാബ് റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, പേഷ്യന്റ് ഡെമോഗ്രാഫിക്സ്, ഇൻഷുറൻസ് ഇൻഫർമേഷൻസ്, ക്ലെയിം, ഇതൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് ഡെയിലി. So therefore, coders must protect confidentiality, don't discuss patient information unnecessarily, and use authorized systems. Do not use personal email അല്ലെങ്കിൽ unauthorized applications to transfer the patient protected health information, and protect password. Never share username or passwords, and lock your workstation. When you are leaving your workstation, follow organizational security procedures and assess only what you are authorized to assess. Just because you can open a record, that doesn't mean that you are permitted to access it. So only use the necessary, not for just curiosity, okay? And HIPAA violation examples എന്തൊക്കെയാണ്?
ഷെയറിംഗ് പാസ്വേഡ്, അതുപോലെ അസസിങ് ദ പേഷ്യൻറ്റ് സ്റ്റാർട്ട് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. നമ്മൾ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഇപ്പം അറിയാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ചാർട്ട് എടുത്ത് നോക്കിയതൊക്കെ തെറ്റാണ്, വയലേഷൻ ആണ്, ഹിപ്പ വയലേഷൻ ആണ്. ആൻഡ് ഡിസ്കസിങ് PHI in public places where unauthorized people can hear and sending PHI through unauthorized channels, leaving confidential documents exposed, and posting patient information on social media and taking photographs of patient records, accessing records without a legitimate work-related reason. ഇത്രയും കാര്യങ്ങളൊക്കെ ഹിപ്പ വയലേഷന്റെ എക്സാമ്പിൾസ് ആണ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് അബൌട്ട് ഹിപ്പ ആൻഡ് സോഷ്യൽ മീഡിയ, never post patient names, patient photograph, medical records screenshot, patient stories containing identifying information and insurance information, screenshot of EHR systems. ഇതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. And even if you don't mention the patient name, other information may still make the patient identifiable. So don't make this happen. Okay. HIPAA versus high-tech. HIPAA full form എന്താണ്? Health Insurance Portability and Accountability Act enacted in 1996. Please remember it, and it's a question. And high-tech എന്ന് പറഞ്ഞാൽ എന്താണ്? Health Information Technology for Economic and Clinical Health Act. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് എക്സാമിന് ചോദിക്കാറുണ്ട് CPC. And enacted as a part of American Recovery and Reimbursement Act of 2009. And high-tech strengthened and expanded aspect of health information technology and privacy security protections and made important changes to HIPAA enforcement and breach notification. അതായത് ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, IT റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് ആണ്. ആൻഡ് ഹിപ്പ വേഴ്സസ് PHI വേഴ്സസ് EPHI. ഹിപ്പ എന്ന് പറയുന്നത് എന്താ? ഫെഡറൽ ലോ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ആണ്. PHI എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്. EPHI എന്താണ്? PHIനെ ഇലക്ട്രോണിക് ഫോമിലേക്ക്, അതായത് റെക്കോർഡ് ബേസിലാക്കി മാറ്റിയത്. പ്രൈവസി റൂൾ എന്താണ്? യൂസ് ആൻഡ് ഡിസ്ക്ലോസർ ഓഫ് PHI, അതിനെ പറ്റിയിട്ടാണ്. പിന്നെ സെക്യൂരിറ്റി, സേഫ് ഗാർഡ്, സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. അത് PHIക്കാണ് ബാധകമായിട്ടുള്ളത്. പിന്നെ ഹിപ്പ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ആൻഡ് പ്ലീസ് റീഡ് ഇറ്റ്, നോട്ട് ഇറ്റ്. ഹിപ്പ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ്. എനാക്ട് ചെയ്തത് 1996. ആൻഡ് PHIന്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ആൻഡ് EPHI എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഇസ് പ്രൈവസി റൂൾ. PHIന്റെ പ്രൈവസി യൂസ് ആൻഡ് ഡിസ്ക്ലോസറിന് വേണ്ടിയുള്ള റൂളാണ്. സെക്യൂരിറ്റി റൂൾ ഓൺലി ഫോർ EPHI. TPO എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ്, പേയ്മെന്റ്, ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്. Minimum necessary is an important in HIPAA concept. And covered entities and businesses set a HIPAA obligations. And BAA means Business Associate Agreement. HIPAA protects patient privacy and security. Never access patient record just because you are curious. Never share the password. Never discuss identifiable patient information unnecessarily. Report suspected privacy or security incidents according to organizational procedures. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കൂ. The egg order seizes celebrity patients record while working in a hospital. And the coder is curious and opens a record even though it is not necessary for their job. Is it okay? അത് ഒരു സെലിബ്രിറ്റിന്റെ റെക്കോർഡ് കണ്ടു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കോഡർ ഈ ക്യൂരിയോസിറ്റിന്റെ ഭാഗമായിട്ട് അത് എടുത്ത് നോക്കുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം അസസ് മസ്റ്റ് ബി ഓത്തറൈസ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫോർ ദ പേഴ്സൺസ് ജോബ് ഡ്യൂട്ടി. അതർവൈസ് വെറുതെ എടുത്ത് നോക്കുന്നത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ വെച്ചാല് എ കോഡർ ഡിസ്കസ് പേഷ്യന്റ് ഡയഗ്നോസിസ് വിത്ത് എ ഫ്രണ്ട് ഡ്യൂറിംഗ് ലഞ്ച്. ഇത് അക്സെപ്റ്റബിൾ ആണോ? അല്ല. അൺഓത്തറൈസ്ഡ് ഡിസ്ക്ലോസർ ഓഫ് PHI ക്യാൻ വയലേറ്റ് ഹിപ്പ. അത് ഹിപ്പ റൂൾ പ്രകാരം തെറ്റാണ്. സോ പ്ലീസ് ഡോണ്ട് ഡിസ്കസ് യുവർ പേഷ്യന്റ് ഡീറ്റെയിൽ വിത്ത് യുവർ ഫ്രണ്ട്. Next is a coder leaves their computer unlocked, walks away, and another employee sees the patient information. Is the security concern? Obviously yes, കാരണം the coder should follow workstation security procedure. Security rule പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. And protect PHI from unauthorized access. ഈ ഒരു പേഷ്യന്റ് ഡീറ്റെയിൽസ് നിങ്ങൾ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നവർ മാത്രമായിട്ട് അറിയാൻ പറ്റില്ല, എല്ലാവർക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. Next is a coder needs patient information to perform their assigned coding duties. Can they access it?
Yes. When the assess is authorized and appropriate for their job, they can assess. Next is a hospital sends an electronic claim to an insurance company. Does HIPAA prohibit this? No. കാരണം certain healthcare electronic healthcare transaction are standardized and permitted under HIPAA. Okay. കുറച്ച് സിനാരിയോസ് ആണ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് എല്ലാം ഒന്ന് വായിക്കുക മനസ്സിലാക്കുക ആൻഡ് വാട്ട് ഇസ് HIPAA എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ മെഡിക്കൽ കോഡ്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് ടു മൈ ക്ലാസ്സസ് ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ബൈ, സി യു അഗൈൻ.